SDP ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ്. പാലക്കാട് വിളയൂർ കൂരാച്ചിപ്പടിയിലെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. ഇഡി ഡൽഹി യൂണിറ്റാണ് റെയ്ഡ് നടത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, SDP ദേശീയ അധ്യക്ഷന്റെ വീട്ടിലാണ് ഇഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഈ SDP സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് എന്നുള്ള പരാതി ഇത്തരത്തിൽ ഇഡിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ പാലക്കാടുള്ള വസതിയിൽ ഇഡി റെയ്ഡ് നടത്തിയത്. ഡൽഹി യൂണിറ്റാണ് പാലക്കാട്ടേക്ക് എത്തി പാലക്കാട് വിളയൂർ കൂരാച്ചിപ്പടിയിലെ MK ഫൈസിയുടെ വസതിയിൽ ഇന്നലെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണി വരെ റെയ്ഡ് നടത്തുകയുണ്ടായത്. ഈ റെയ്ഡ് നിർണായക വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. 2 മൊബൈൽ ഫോൺ ഉൾപ്പെടെ റെയ്ഡിൽ ഇഡി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഡിയുടെ ഡൽഹി യൂണിറ്റിനോടൊപ്പം തന്നെ കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ഒക്കെ യൂണിറ്റുകൾ ഈ റെയ്ഡിന്റെ ഭാഗവാക്കായിരുന്നു. ഏതായാലും ഇവർ ഈ ബംഗാൾ കേന്ദ്രീകരിച്ച് ഇയാൾക്ക് പലതരത്തിലുള്ള ബിസിനസ്സുകളും മറ്റുമുണ്ട്. അതിലൂടെയും മറ്റുമൊക്കെ കള്ളപ്പണം വ്യാപകമായി വെളുപ്പിക്കുന്നത് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പശ്ചാത്തലത്തിൽ കൂടെയായിരുന്നു ഇഡി സംഘം, ഡൽഹിയിൽ നിന്നുള്ള ഇഡി സംഘം പാലക്കാട്ടെ ഈ SDP ദേശീയ അധ്യക്ഷന്റെ വസതിയിലെത്തി റെയ്ഡ് നടത്തിയത്. ഏതായാലും ഈ റെയ്ഡിന്റെ ആദ്യ റെയ്ഡിൽ തന്നെ നിർണായക വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. 2 മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും റെയ്ഡ് തുടരേണ്ടതുണ്ട്. കൂടുതൽ അവ്യക്തതകൾ, ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഏതായാലും ഇന്നലെ രാവിലെ മുതൽ ഉച്ചവരെയായിരുന്നു റെയ്ഡ് നീണ്ടുനിന്നത്. ഇനിയും കൂടുതൽ തരത്തിൽ റെയ്ഡും മറ്റും ഈ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അരുൺ, നിർണായകമായ രേഖകളടക്കം തെളിവുകളടക്കം ലഭ്യമായിട്ടുണ്ട്, റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനൊപ്പം കൂടുതൽ SDP ഈ നേതൃനിരയിലേക്ക്, നേതാക്കളുടെ വീടുകളിലേക്കും ഓഫീസുകളിലും അടക്കം റെയ്ഡ് നടത്താനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ടല്ലേ? തീർച്ചയായും സുരേഷ്, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന മത തീവ്രവാദ സംഘടനയെ നിരോധിച്ചതോടുകൂടെ തന്നെ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്ന ആളുകൾ SDP എന്ന സംഘടനയിലൂടെയും മറ്റുമൊക്കെ വ്യാപകമായി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഇവർ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ദേശീയ അന്വേഷണ ഏജൻസിക്കാണെങ്കിലും ഇഡിക്കാണെങ്കിലും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരിടത്ത് ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് രാജ്യത്തുള്ളത്. ഒപ്പം തന്നെ ഈ ഇഡി ഇത്തരത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും വലിയ പ്രാധാന്യത്തോടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ വീടുകളിലേക്കും മറ്റുമൊക്കെ റെയ്ഡുകൾ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ സംഘടനയുടെ ദേശീയ അധ്യക്ഷന്റെ വസതിയിലാണ് റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. ആ റെയ്ഡിൽ ഏതായാലും 2 മൊബൈൽ ഫോൺ ഉൾപ്പെടെയാണ് ഇഡി സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. SDP ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ പാലക്കാടുള്ള വീട്ടിലാണ് ഇഡിയുടെ ഡൽഹി യൂണിറ്റ് റെയ്ഡ് നടത്തിയത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.